ആവിർഭവും അനിർവന്യാണ് നമുക്കൊപ്പം ഉള്ളത്. ഇവർ രണ്ടുപേരും മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇല്ലേ, ആദ്യമായിട്ട് രണ്ടുപേരും കൂടെ ഒരു ഇന്റർവ്യൂ ഇരിക്കുകയാണ്. എന്റെ സൂപ്പർ സ്റ്റാർ സിംഗറെ പൊളിച്ചു കേട്ടാ, പൊളിച്ചെന്ന് പറഞ്ഞാൽ അടിപൊളി, ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ്. ഇപ്പോ ലാലേട്ടനെ കണ്ടിട്ടുള്ള വിശേഷം പറയാനുണ്ട്. ഇപ്പൊ ലാലേട്ടനെ കണ്ടിട്ട് നമ്മളെ അടുത്തേക്ക് വരികയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ആദ്യം ഒരു പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങണം. സത്യം ശിവം സുന്ദരം. ഈശ്വര सत्य है, सत्य ही शिव है, शिव ही सुंदर है, जागो उठ कर देखो, जीवन जो जागर है, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सुंदरम സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പാട്ട് തമാശയ്ക്ക് പോലും പാടൂല കേട്ടോ. എന്തൊരു ഫീലാ നിങ്ങൾ പാടുന്നത്, ഇത് രസമായിട്ടാ പാടണേ, അടിപൊളി കേട്ടോ. ആ ബിഹുവായിട്ട് പാടിയില്ലേ ആ ചിട്ടി, ഭയങ്കര സൂപ്പർ ഹിറ്റാ, അടിപൊളിയായിട്ട് ഇപ്പോഴും പോക്കുണ്ട്. അത് പറയണം, ആ പാട്ട് പാടണം, രണ്ടുപേരും കൂടെ പാടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും സൂപ്പർ സ്റ്റാറേ, എങ്ങനെയാ ഹിന്ദിയൊക്കെ പഠിച്ചെന്നാ എല്ലാവരും പൊളിയാണ് കേട്ടോ. തെലുങ്ക് സരിഗമ പോയപ്പോൾ നമ്മൾ വിചാരിച്ചു തെലുങ്കായിരിക്കുമെന്ന്, പക്ഷേ ഇപ്പോൾ ദേ ഹിന്ദിയിൽ വന്നിട്ട് സൂപ്പർ സ്റ്റാറായി വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാ പഠിച്ചേ? 7 വയസ്സല്ലേ ആയുള്ളൂ, വേറെ ലെവൽ അളിയാ, വേറെ ലെവൽ. ലാലേട്ടനെ കാണാൻ പോകാൻ വേണ്ടിട്ടല്ലേ ശരിക്കും ഇന്ന് ലീവ് എടുത്തത്? അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ എല്ലാവരും ഈ ഇന്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ ആയിട്ട് കാണാറുണ്ട്. ശരിക്കും രതീഷ് സാറിന് ശരിക്കും ഒരു ഫാനാണ്. കാരണം മ്യൂസീഷ്യൻസിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, എന്ത് നല്ല രസമായിട്ടാണ് ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടും കൂടെയാണ് വന്നത്. രണ്ട് കാര്യമുണ്ട്, അതെ, വേറെ ലെവൽ, അടിപൊളി. എപ്പോഴെപ്പോഴും എങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ കാണും, മറ്റേ ബിന്നി മാം, അങ്ങനത്തെ ചേട്ടന്മാരും, പിന്നെ അങ്ങനത്തെ മറ്റേ മൂവീസ് ആക്ടറും, പിന്നെ അങ്ങനത്തെ സിംഗറും, അങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ വീഡിയോ കാണാറുണ്ട്. അയ്യോ ഇനിയിപ്പോൾ ഇതിൽ പോവാം, അങ്ങനെയൊക്കെ നടക്കട്ടെ, അങ്ങനെ ഒരു അങ്ങനെ വേറെ ലെവൽ. ഈ ലാലേട്ടനെ കണ്ടത് എങ്ങനെയാണ് പറയൂ? ലാലേട്ടൻ ഫസ്റ്റ് വന്നപ്പോ നമ്മള് വീട്ടിൽ കയറി, പിന്നെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് 5 മിനിറ്റ് ആര് കൂടെ പോയത്? മേജർ കൂടെ വന്നിട്ടില്ലായിരുന്നു? രവി സാർ ആണോ കണക്ട് ചെയ്ത് തന്നത്? മേജർ രവി സാർ മുംബൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് വരുന്ന സമയത്ത് അതേ ഫ്ലൈറ്റില് മേജർ രവി സാർ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ട ഉടനെ സാറിന് ഭയങ്കരമായിട്ട്, ഇവനെ കണ്ടോണ്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ശരിക്കും പറഞ്ഞാല് കോയിൻസിഡൻസ് ആയിട്ട് കണ്ടപ്പോൾ ശരിക്കും സർപ്രൈസ് ആയി. സാറിനെ പോലെ ഒരു മനുഷ്യനെ കാണാൻ സാധിച്ചതിൽ വളരെയധികം ഇതായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ സാറ് പറഞ്ഞു, ഇതുപോലെ ലാലേട്ടനെ മീറ്റ് ചെയ്യാം നമുക്കൊരു ദിവസം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച നമുക്കൊരു ദിവസം മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇന്ന് സാറാണ് അതിന് അവസരം ഒരുക്കി തന്നത്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ നേരെ കുറച്ച് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ വന്നു, എല്ലാം കണ്ട്, പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. ലാലേട്ടന്റെ കെട്ടിപ്പൊക്കെ പിടിച്ച്. ലാലേട്ടന്റെ അമ്മയുടെ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമ്മളങ്ങനെ സദ്യയൊക്കെ കഴിച്ച്, കേക്കൊക്കെ കട്ട് ചെയ്ത്, ഫ്രൂട്ട്സ് എല്ലാം ഗിഫ്റ്റ്, എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ട് കൊടുത്ത് നല്ലൊരു ഇത്. പിന്നെ ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തു ലാലേട്ടന്റെ കൂടെ, ലാലേട്ടന്റെ വൈഫും കൂടെ. അപ്പം അഭിനയത്തിലെ ലാലേട്ടനെ നമ്മുടെ പാട്ടിന്റെ ഷാറുഖ് ഖാൻ പോയി മീറ്റ് ചെയ്തു, സത്യമല്ലേ? സത്യം. ഷാറുഖ് ഖാൻ എന്ന് വിളിക്കുമ്പോ എന്താണ് ഫീല്? കുറച്ച് ആക്ഷൻ കാണിക്കും. ഓ, എന്നാ ആക്ഷൻ കാണിക്ക്. പാട്ടുണ്ടാവോ? ഷാറുഖ് ഖാൻ എന്ന് വിളിച്ചപ്പോ എന്താണ് തോന്നിയത്? ശരിക്കും ഷാറുഖ് ഖാന്റെ ഫാനാണോ? ശരിക്കും ഷാറുഖ് ഖാൻ സാർ, സൽമാൻ ഖാൻ സാർ, പിന്നെ
രണ്ടുപേരും. ആമിർ ഖാൻ സർ. ആമിർ ഖാൻ. ആമിർ ഖാൻ അതടിപൊളി. പിന്നെ 3 പേരാണുള്ളത്. ഈ പാട്ട് പാടിയ സമയത്ത് ഉദിത് നാരായൺ സാർ എണീറ്റ് കൈയടിച്ചു. അത് ഭയങ്കര സംഭവമല്ലേ? എന്താണ് അപ്പൊ തോന്നിയത്? ഇപ്പോഴും അങ്ങനെയാണ്. അന്നേരം ചെയ്തപ്പം ഞാൻ എപ്പോഴും ഓർത്ത് എനിക്ക് ആ മൈക്ക് കിട്ടുമെന്ന്, പക്ഷെ അത് വേറെ ആൾക്ക് കൊണ്ടുപോയി. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ അതിന് മുന്നേ എനിക്ക് ഫൈനലായി അങ്ങനെ ജയിച്ചു. പിന്നെ നമ്മൾ ഉദിത് നാരായൺജിയൊക്കെ പറഞ്ഞ് നല്ല മ്യൂസീഷ്യൻ ആവും, നല്ല ഡയറക്ടർ ആവും, നല്ല കമ്പോസറൊക്കെ ആവുമെന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു ഉദിത് നാരായൺജി. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ ഉദിത് നാരായൺജിയുടെ കൂടെ ഒരു പാട്ടും കൂടെ പാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ മറ്റേ ക്യാപ്റ്റൻസിൻ്റെ കൂടെ പാടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നേഹ മാം എടുത്ത് ചെയറിൽ നിന്ന് തന്നെ കൈയടിച്ച്. പിന്നെ ക്യാപ്റ്റൻസും അങ്ങനെ ചെയ്ത് ചെയറിൽ നിന്നിട്ട് ചെയ്തു, ക്ലാപ്പ് ചെയ്തു. നല്ല രസമായിരുന്നു. അത് ഭയങ്കര ഒരു മൂമെന്റ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് ജാടയൊക്കെ ആവാം നമുക്ക്. ജാടയാവാൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. ഇല്ല, ജാട കുറച്ച് കുറവാണ് അല്ലേ? ജാട കുറച്ച് ഞങ്ങൾ തമ്മിൽ സ്നേഹമുള്ളൂ. ഇവിടെ വാക്കുട്ടിയെ കിട്ടിയതുപോലെ അവിടെ ബിഹുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ, രണ്ടിനെ തമ്മിൽ എന്താ ശല്യമായിരുന്നു. അവര് കേക്കണ്ട, വാക്കുട്ടിയെ പോലെ ശല്യമായിരുന്നു അവിടെ ബിഹുവും. വാക്കുട്ടി അത് തന്നെ നാരാസ് എന്നൊക്കെ പറഞ്ഞ് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ ഒരു നാണമൊക്കെ അതുപോലെ തന്നെയായിരുന്നു വാക്കുട്ടിയും. ആ സെയിം തന്നെ. സെയിം തന്നെയാണ് ബിഹു. സെയിം തന്നെ. നീ ശകട പൊട്ടിയായിരുന്നു. ഇത് കുറച്ച് 2 വയസ്സം കഴിഞ്ഞിട്ട് അയ്യോ ഒരു മൈൻഡും ഇല്ലായിരുന്നു അങ്ങനെ. പിന്നെ ലാസ്റ്റ് ഫൈനൽ പോകാൻ നേരം അവളൊന്ന് കുറച്ച് ഇമോഷണലായി. എന്താന്ന് വെച്ചാ കുറെ നേരമല്ല എല്ലാവരും പോവാ, ഫ്രണ്ട്സ് എല്ലാവരും പോവും, അങ്ങനത്തെ ഒരു ഇതൊക്കെ. അതൊരു ശരിക്കും ഇവര് തമ്മിൽ ഒരു ബ്രദർ സിസ്റ്റർ പോലെ ഒരു റിലേഷൻ ആയിരുന്നു. കാരണം ഇവൻ പാടുമ്പോ ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഒരു അനിയനെ എങ്ങനെ നിയന്ത്രിക്കും അങ്ങനെയൊക്കെ എഴുതി. അപ്പം അവക്കും ഭയങ്കര ലാസ്റ്റ് തീരാറപ്പോ ഭയങ്കര ഇമോഷണൽ ആയി. ഭയങ്കര ഇമോഷണൽ പെട്ടുപോയായിരുന്നു. അപ്പം നമുക്ക് ബിഹുവിനെ ഓർത്തിട്ട് ചിട്ടിയായി ഹേ രണ്ടുപേരും കൂടെ 2 വരി പാടിയിട്ട് ബാക്കി വിശേഷത്തിൽ. ചിട്ടിയായി ഹേ ആയി ഹേ ചിട്ടിയായി ഹേ, ചിട്ടിയായി ഹേ ആയി ഹേ ചിട്ടിയായി ഹേ, चिट्ठी आई है वतन से चिट्ठी आई है, बड़े दिनों के बाद हम बेवतनों को याद वतन के मिट्टी आई है, चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है वतन से चिट्ठी आई है. അനിർവന്യ ശരിക്കും തെലുങ്കിലായിരുന്നു സരിഗമപയില് ഫൈനലിസ്റ്റ് ആയിരുന്നു. തേർഡ് റണ്ണർ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ പാട്ട് പാടുന്ന വീഡിയോസിന് ഇപ്പൊ ഭയങ്കര ഹൈപ്പാണ്. അനിയൻ പഠിപ്പിക്കുന്നു, പിന്നെ ചേച്ചി പഠിപ്പിക്കുന്നു. എങ്ങനെയാ പഠിക്കാനൊക്കെ ഇരുന്ന് തരുമോ? ആ വീഡിയോ കാണുമ്പോൾ തന്നെയാണോ ആക്ച്വലി? ശരിക്കും അങ്ങനെയാണോന്ന് വെച്ചാൽ അല്ല, എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ ഒക്കെ തന്നെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. ചെയ്യണോന്നുള്ളൊരു ഇതുണ്ട്. ഒരു മ്യൂസീഷ്യൻ ആവണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് തരും. പിന്നെ കുറേ നേരം ആയി കഴിയുമ്പോൾ പറയും എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇതാകും. അല്ലാത്ത വേറെ ഒരു കുഴപ്പമില്ല.